ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ മക്കളെ നമ്മളെ ഈ ഒരു ഓട്ടോ വ്ളോഗിലെ അല്ലേ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടു, രണ്ടാമത്തെ വീഡിയോക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഓട്ടോ ജേണി ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു തുടക്കം എന്ന് പറയുന്നത് മാഷാ അല്ലാ വണ്ടി ഗ്ലാസ്സൊക്കെ ഒന്ന് തോത്തി റോട്ടിലേക്ക് ഇറക്കി. നമ്മൾ ചെറിയ കുട്ടിക്ക്, അതായത് എൻ്റെ ചെറുത് 2.5 വയസ്സ്, എൻ്റെ മുത്തുമണി സിലു മുഹമ്മദ് ഷെൻസിൽ എന്നാണ് പേര്. ആദ്യത്തെ കുട്ടീൻ്റെ പേര് അവനിപ്പോൾ ഫസ്റ്റത്തെ കുട്ടിക്ക് ഇപ്പോൾ 5.5 വയസ്സായി. ഇപ്പോൾ ഇന്ന് ഞാൻ പറയണത് 2.5 വയസ്സായ ആളെ പറ്റിയില്ല. ഓൻ്റെ കാലുമ്പോൾ ചെറിയൊരു ചോറിയുണ്ട് കേട്ടോ. എന്താ സംഗതി ഒരു പിടുത്തം കിട്ടിയില്ല. കുട്ടിക്ക് അന്തിക്ക് ഉറങ്ങാൻ വയ്യ. അപ്പോൾ ഇന്ന് നമ്മൾ ബിസ്മില്ലിൽ ഇറങ്ങി വണ്ടിയും കൊണ്ട് ഫസ്റ്റ് മറ്റുള്ളവരെ ഓട്ടം കജ്ജിട്ട് ഓടാനല്ല പോണേ. ഇന്ന് നമ്മളെ ചെറുക്കൻ്റെ കാലുമത്തെ ചോറി എന്താ പറയണല്ലോ. അപ്പോൾ അതുകൊണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു ചീട്ടെടുക്കട്ടെ. ചീട്ടെടുത്തിട്ട് പെണ്ണുങ്ങളെ വിളിച്ചാൽ എന്നിട്ട് ഓലെ പോയി കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ കൊണ്ടുപോയി ഓലെ പോസ്റ്റായിട്ട് കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഇന്നത്തെ ട്രിപ്പ് സ്വന്തം ട്രിപ്പ്, അവനാണ് ട്രിപ്പ്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. പൊന്നാര മക്കളെ ആശുപത്രിയിൽ എത്തിയാണ്. പേ പാർക്കിംഗ് അല്ലാതെ എങ്ങനെയെങ്കിലും കഴിച്ചിലാകാൻ പറ്റുമോ എന്നാണ് നോക്കിയത്. പക്ഷേ റോഡ് സൈഡിൽ ഒരു സ്ഥലമല്ല. ഈ 10 റുപ്യ കൊടുക്കുക തന്നെ നിർവാഹമല്ല. അതിനൊരു പേ പാർക്കിംഗ് ഫുള്ളാണ്. ആശുപത്രി ഇപ്പോൾ നല്ല കച്ചവടമാണ്. അപ്പോൾ മറ്റേ പേ പാർക്കിങ്ങിലൊന്ന് പോയി നോക്കാം. 10 പണ്ടേന് കുട്ടികളെ ഇപ്പോൾ 20 20 റുപ്യ. ഓട്ടോ 20, കാറ് 30, ബൈക്ക് 10. അത് 3 മണിക്കൂർ കഴിഞ്ഞാൽ പൈസ കൂടും കേട്ടോ. രണ്ടാമത്തെ ടോക്കനായിട്ടോ. ഫസ്റ്റ് പാർക്കിങ്ങിൽ നിന്ന് കിട്ടിയൊരു റെസീറ്റ്, ഒരു ടോക്കണ്. പിന്നെ ഇവിടെ ചീട്ടെടുക്കാൻ വേണ്ടി ആദ്യം ടോക്കൺ കിട്ടും. അതാണ് ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി കയറിയാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ടോയ്ലറ്റിൻ്റെ അവസ്ഥയാണ്. കണ്ടില്ലേ? ഈ ഫ്രഷറാണ് ചേട്ടാ. ഹായ് ബലേ ബേഷ്. എന്താ ചെയ്യാം, ഇതൊക്കെയാണ് അവസ്ഥ. രോഗം മാറ്റാൻ പോകുന്നവർ രോഗം കൊണ്ടുപോകേണ്ടി വരില്ല ഇവിടെ പോയാൽ. ഇപ്പോൾ നമ്മൾ OP ടിക്കറ്റ് എടുത്തിട്ട് പുറത്തിറങ്ങിട്ടോ. ഇപ്പോൾ കണ്ടോ സൂര്യൻ അങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കണ നേരമായി. ഇതാണ് നാട്ടിൽ ഓട്ടോറിക്ഷ ഓട്ടുമ്പോഴുള്ളൊരു ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ. വേറെ ഏത് പണിയാണെങ്കിലും പണിസ്ഥലത്ത് നിന്ന് വിളിച്ചുകൊണ്ടുപോകില്ലോ. പക്ഷേ ഈ ഓട്ടോറിക്ഷക്കാരെ ഏറ്റവും വലിയൊരു എന്താണെന്നറിയാം, എന്ത് സംഗതിക്കും അവനാൻ അങ്ങാടി ഉണ്ടാവുമ്പോൾ നമ്മൾ തന്നെ പായണം. അന്നത്തെ ഓട്ടം ഡിങ് മാഷാ അല്ലാ, എന്നാൽ നമ്മളെ കുട്ടികൾക്കും വേണ്ടിയല്ലേ അല്ലേ. അപ്പോൾ ഇനി കുട്ടികളെ പോയി കൊണ്ടുവരാനുള്ള പരിപാടി നോക്കട്ടെ. നമ്മളിങ്ങനെ പോകണമെന്നറിയോ, കുട്ടികൾ അവിടുന്ന് കയറിക്കോളെ ബസ് കയറി വരാമെന്ന് പറഞ്ഞു. നമ്മളൊരു കൂട്ടുകാരൻ, ഒരു ഫ്രണ്ട്, എന്താ റമദാനൊക്കെ അല്ലേ വരുന്നത്, കുറച്ച് ചങ്ങായിമാർക്കൊക്കെ കുറച്ച് എന്തെങ്കിലും കിറ്റൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞൊരു നല്ല പ്രവൃത്തി ചെയ്യാണ്. അപ്പോൾ എന്നെ വിളിച്ചു, അർഫാത്തെ എനിക്കൊരു കിറ്റ് നമ്മളെ വക ഉണ്ട്, ചന്തന് വന്ന് വാങ്ങിയിട്ട് പോരണം. അപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെയാണ് മാഷാ അല്ലാ. അതൊന്ന് പോയി നോക്കാം നമുക്ക്. ബസ്സാരൊക്കെ ചാരി അങ്ങോട്ട് പിടിച്ചോ. ചെറിയ വണ്ടിക്കാരെ പറ്റി മൈൻഡ് ഉണ്ടാവില്ല. ഇതാ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനും കുടിച്ചാനും കൊടുക്കണ്ടേ, ആദ്യം അതൊന്ന് നോക്കുക. ആകെ 200 റുപ്യ കുത്തിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ അതിൻ്റെ മതിയാവും. ഇന്ന് ഫുള്ള് അവനാൻ്റെ ഓട്ടമല്ലേ. ഇനി പിന്നെ വെള്ളിയാഴ്ച ആകുമ്പോൾ ഓട്ടം കുറവ് തന്നെ കാരണം. വെട്ടു മക്കളെ സിഗ്നലിൽ വെട്ടും. ഇതാണ് ജംഗ്ഷനിൽ വെട്ടാനുള്ള അവസ്ഥ. എന്തായാലും കുട്ടികളെത്തുമ്പോഴത്തേന് നമ്മൾ തിരിച്ചെത്തണം. നമുക്ക് മഞ്ചേരി നെല്ലിപ്പറമ്പ് കഴിഞ്ഞ് അരീക്കോട് റോഡിന് കുറച്ചുകൂടി പോകാൻ കേട്ടോ. നമ്മളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി കിറ്റ് കിട്ടി. അപ്പോഴത്തേന് പെണ്ണുങ്ങൾ വിളിച്ചു പോലെ ഇവിടെ എത്തി. ബസ്സും കയറി. നമ്മളെ നമ്പർ 53, അവിടെ 93 വിളിച്ചു. അത്ര വേഗം ഇറങ്ങി പോയോട്ടെ. പിന്നെ കിറ്റ് ബാക്കിൽ കേട്ടോ. മാഷാ അല്ലാ, എന്തായാലും പടച്ച റബ്ബേ ഓൽക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യാം. ഇതാട്ടോ പിന്നെയും കിട്ടിയത് പേ പാർക്കിംഗ് തന്നെയാണ്. റോഡ് സൈഡിലൊന്നും ഒരു തുള്ളി സ്ഥലമില്ല. നമ്മൾ കുടിയിലെത്തിക്കണം കേട്ടോ. ഡോക്ടറെ കാട്ടി കുടിയിലെത്തി. വാവു കാണിച്ചു കൊടുത്താൽ ഓൽക്ക്. വാവു കണ്ടില്ലേ, ഇങ്ങനെ ചൊറിയാണ് കണ്ടോ. അവിടെ ഇരിക്കിപ്പോൾ ചൂട്ടി. അപ്പോൾ അന്തിങ്ങോട്ടായാൽ ചെക്കന് ഉറങ്ങാൻ കഴിയൂല. അപ്പോൾ എന്നാലും ഡോക്ടർ പറഞ്ഞതേ എത്തഞ്ഞ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ എത്താ പറഞ്ഞേ? വാവു ആയത്. വാവു ആയത് എങ്ങനെ വാവു ആയതാണ് അവലെ? എങ്ങനെ ആയത് വാവു? കൊതുക് കടിച്ചതാ? കൊതുക് കടിച്ചത് അങ്ങോട്ട് ഡോക്ടർ പറഞ്ഞില്ല, ഞാനോടൊക്കെ പറഞ്ഞാവോ അല്ലേ. അപ്പോൾ എന്തായാലും ഡോക്ടറുടെ സ്കിന്നിൻ്റെ പ്രശ്നം, ഈ ഡ്രൈ സ്കിന്നായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, കാലിൽ ആകെ ഒരുമാതിരി കറുപ്പ് കൂടിയിരിക്കണം. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. ഒരു ചാറ്റെടുത്തോൽക്ക് ചാറ്റെടുത്താ ഒരു ഫ്ലെയിങ് കിസും കൊടുക്ക്.
അപ്പോൾ മക്കളെ ലുക്കൊക്കെ ഒന്ന് മാറിയില്ലേ, ഒന്ന് വന്ന് കുളിച്ചു. ജുമ റീസല്ലേ, യൗമുൽ ജുമ. അപ്പോൾ ജുമക്ക് വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഭക്ഷണമൊക്കെ കുളിച്ചതിന് ശേഷം കഴിച്ച് പോവുകയാണ്. കാരണം ഒരു 100 വട്ടം പരിക്ക് വേണ്ടി എന്നാൽ മുതലാവോ. ഇന്ന് ഉച്ചൻ്റെ മുമ്പ് എന്തായാലും ട്രിപ്പ് മുഴുവൻ കങ്ങിപ്പോയി, ചെറുക്കനെയും കൊണ്ട് പോയി. അപ്പം ഇനി എന്തായാലും ജുമ കഴിഞ്ഞിട്ട് നേരെ അങ്ങാടിയിൽ വണ്ടി ട്രാക്കിലിടുക, അതന്നെ പരിപാടി. ഓക്കെ, ബാങ്ക് കൊടുത്തിട്ട് കുറച്ചേരായി, എന്നൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ നേരം വെക്കി. ഓക്കെ, അപ്പോൾ ജുമ കഴിഞ്ഞിട്ടാക്കാം നമുക്ക് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ മക്കളെ നമ്മൾ പള്ളി കഴിഞ്ഞിട്ട് നേരെ വണ്ടി വന്നിരുന്നു. കാരണം എന്താ പറയുക, ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ് പെരീക്ക് പോയാൽ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് കിടക്കാനൊക്കെ തോന്നും. പകലുറങ്ങണ ശീലം എനിക്കില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് വണ്ടിമൊക്കെ ഇറങ്ങാനും തോന്നില്ല, പുറത്തിറങ്ങാൻ തോന്നില്ല. ഇപ്പോൾ കുട്ടികളൊപ്പം ഇങ്ങനെ അവിടെ വെറുതെ കളിച്ചൊക്കെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇന്ന് അല്ലെങ്കിലേ പുറത്ത് ഉച്ചൻ്റെ മുമ്പ് ഓടിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ കുട്ടീനെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഒരു യോഗ സർട്ടിഫൈഡ് യോഗ കോഴ്സൊക്കെ ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുത്ത ഒരാളാക്കി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്കിന്ന് സംബന്ധമായിട്ടൊക്കെ നമുക്ക് ചൂടുകാലമാണല്ലോ, ചൂടുകാലത്തൊക്കെ നമുക്ക് സ്കിന്ന് കൂളാക്കാൻ വേണ്ടി തണുപ്പിച്ചാൻ വേണ്ടിയാണ് ചെയ്യാൻ പറ്റിയ യോഗയിലൊരു വിദ്യ ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ നേരെ ചമ്രം പടിഞ്ഞിരുന്നാൽ മതി, എന്നിട്ട് കൈ ചിന്മുദ്ര പിടിക്കാമെന്ന് പറയും. ഇനി ചിന്മുദ്ര പിടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കൈ ഒരിടത്ത് അടക്കിയോട് വെക്കുക. കണ്ണടച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇതാ പല്ല് കടിച്ചടിച്ച് പല്ലിൻ്റെ ഗ്യാപ്പിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. ശേഷം അകത്തെടുത്തതിന് ശേഷം മൂക്കിലൂടെ പുറത്തുവിടുക. ഇത് 2-3 മിനിറ്റ് നേരം ചെയ്യണത് നമ്മളെ സ്കിന്ന് ചൂടുകാലത്തൊക്കെ സ്കിന്ന് തണുക്കാൻ കാരണമാവും എന്നാണ് യോഗയിൽ പറയുന്നത് കേട്ടോ. യോഗ തെറാപ്പിയിൽ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ആ ഒരു അറിവ് നമ്മൾ നിങ്ങൾക്ക് പകർന്നു തരും കൂടിയാണ്. നമുക്ക് ഇങ്ങനെ അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കൂടിയൊക്കെ പറഞ്ഞു തരും ചോദിച്ചു. അപ്പോഴാണ് ഇതോടൊക്കെ ഒരു കാര്യമുള്ളൂ. വെറും ഞാൻ നേരെ വിളിച്ച് നീച്ചത് മൂതിയായി കടന്നു തുടങ്ങുന്നതും അതിൻ്റെ ഓട്ടം പോടുന്നതും മാത്രം കാണിച്ചു തരുമ്പോൾ ഞാൻ എന്തിനാണ് അത് ഒരു രസമല്ലല്ലോ. മറിച്ച് ഇൻ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴാണ് അതൊരു സംഗതിയുള്ളൂ. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പൈസ മുടക്കി എൻ്റെ ശരീരം അധ്വാനിച്ച് പഠിച്ച സംഗതികളും ഇടയ്ക്കിടയ്ക്ക് ഓരോ ടിപ്പൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഉച്ചൻ്റെ ശേഷത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. വേറെ വലിയൊരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇനിയിപ്പോൾ 4 മണി 4:30 ആയി കഴിഞ്ഞാൽ 4 മണി 5 മണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 4 മണിയാണ് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് പറയുമ്പോൾ 5 മണിക്ക് ആക്കി. സത്യാവസ്ഥ അറിയില്ല, ഗ്രൂപ്പ് നോക്കണം. സ്കൂളിൽ ഞങ്ങളെ മാരിയാട് സ്കൂളിൽ എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ സ്വാഗത കമ്മിറ്റി രൂപീകരണമുണ്ട് വാർഷികാഘോഷമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ അതിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. അവിടുത്തെ രക്ഷിതാവ് എന്നുള്ളതല്ല, ഞാൻ ഞങ്ങളെ മാരിയാട് സ്കൂളിൻ്റെ SMC ചെയർമാനാണ്. അപ്പോൾ എന്താ പറയുക, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി ചെയർമാനാണ് ഞാൻ. അപ്പോൾ നമ്മൾ പങ്കെടുക്കുന്നത് നിർബന്ധം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിനും പോകും. പിന്നെ ഇപ്പോൾ കുറച്ച് നേരം ഓടിയും. പിന്നെ ഇപ്പോൾ ഓട്ടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു കാര്യങ്ങൾ അത് പോണത്. എന്താ ചെയ്യുക, ഇതൊക്കെയാണ് അവസ്ഥകൾ. കണ്ടില്ലേ, കാക്കിയും കുപ്പായൊക്കെ ഇറങ്ങിയിരിക്കണേ, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. എന്നാൽ കാണുന്നവർക്ക് എന്താ പറയാം, 1 മിനിറ്റ് ട്രാക്കിലില്ല കേട്ടോ, ഓന് ഫുള്ള് ഓട്ടാ എന്നീ കാരം. നമുക്കും പിന്നെ ഈ കാണണം നിങ്ങൾക്കും എല്ലാം അറിയുള്ളൂ അല്ലേ. ആയിക്കോട്ടെ, ഏതായാലും നോക്കാം നമുക്ക്. അപ്പോൾ മക്കളെ, ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഒരു ട്രിപ്പ് കിട്ടി. അതും ഭീമമായ 30 റുപ്യേൻ്റെ ഒരു 700 മീറ്റർ ട്രിപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അങ്ങാടിക്ക് പോവാണ്. വെള്ളിയാഴ്ച പൊതുവെ എങ്ങനെ തന്നെയാണ്, ഓട്ടം കുറവായിക്കാരം. എന്നാൽ ഓട്ടം വന്നൊരു നേരം ഉണ്ട് ഇനി. അപ്പം നമ്മൾ രാവിലത്തെ പരിപാടികൾ കണ്ടല്ലേ, അങ്ങനെ ഏതായാലും നമുക്ക് നോക്കട്ടോ. പിന്നെ നമ്മളെ യാത്രക്കാരെ കാണിക്കാത്തെന്താ അറിയോ, യാത്രക്കാർക്ക് അറിയില്ല നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് ഉണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ കുറച്ചൊക്കെ ക്ലിക്കായി എല്ലാവരും അറിഞ്ഞൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ഒറ്റയടിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഒരാളെ കിട്ടിയിട്ടോ കൊടുക്കാൻ താത്താക്കി ചോദിച്ചു ഓരോട് ഓരോ വീഡിയോയിൽ കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതൊക്കെ മെല്ലെ ഇങ്ങനെ പറ്റുന്ന ആൾക്കാരേ പറ്റുള്ളൂ. എന്തായാലും അങ്ങനെ പോട്ടെ അല്ലേ. അപ്പോൾ വൈകുന്നേരം ആയി തുടങ്ങി. അപ്പോൾ ഒറ്റയും തെറ്റൊക്കെ അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ട്രിപ്പുകളൊക്കെ വന്നു തുടങ്ങി. സമയം ഇവിടെ 4-5 മണി ആവാനായി. 5 മണിക്ക് ആണ് സ്കൂളിലെ മീറ്റിംഗ് പറഞ്ഞത്. അതെന്തായാലും കഴിയുമ്പോൾ പിന്നെ മഗ്‌രിബായില്ലേ.
പിന്നെ ഇന്നത്തെ ഏകദേശം ഒക്കെ ഒരു ഇതാവാ ഫോണ് വീണോ. പിന്നെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചാൽ തന്നെ ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ലൈവ് ഒന്നുമല്ലല്ലോ, ഇത് പൊട്ടത്തന്നെ ഞാനീ പറയണത്. ആയിക്കോട്ടെ എന്നാലേ നോക്കുക. ഇത് PTA പ്രസിഡന്റ് നമ്മൾ സ്കൂളിൽ എത്തിക്കണം കേട്ടോ. ഈ വരുന്നതാണ് ഹംസ വാഫി, PTA പ്രസിഡന്റ്. മീറ്റിംഗ് തുടങ്ങാൻ കുറച്ച് വൈകും, കാരണം കരാട്ടൻ്റെ ബെൽറ്റ് ടെസ്റ്റ് നടക്കുകയാണ് ഇവിടെ. ബുഡോക്കാൻ കരാട്ടെ സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രേഡിംഗ് ടെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ മീറ്റിങ്ങിൽ ഞങ്ങൾ ക്ലാസ്സിലെത്തിട്ടോ. അത് നമ്മളെ വൈസ് പ്രസിഡൻ്റാണ് PTA അല്ലേ, ഷഫീഖ് നമ്മളെ സുഹൃത്തുമാണ്. ഇത് നമ്മളെ കമ്മിറ്റി അംഗമാണ്. ഒപ്പം നമ്മളെപ്പോഴും ഓട്ടോറിക്ഷ നമ്മളെ ട്രാക്കിൽ ഓട്ടം ആളും കൂടിയാണ് അല്ലേ. അപ്പോൾ മക്കളെ, നമ്മൾ 2 ചങ്ങായിമാരും കൂട്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്കൂളിൽ വന്നു, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിന് നേരെ വൈകുന്നേരമായി. ഇനിയിപ്പോൾ ഓട്ടം നടക്കുമോ? ഓനും ഡ്രൈവറാട്ടോ, നിഷാദ്, ഷഫീഖ്, അതായത് കുഞ്ഞുട്ടി, കുഞ്ഞാണി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മൾ പുതിയൊരു സെറ്റപ്പാണ്. അതായത് നമ്മൾ ഓട്ടോറിക്ഷ ജീവിതമൊക്കെ ആയിട്ട് വളരെയധികം പോയത് മോശമാവില്ലോ ഇല്ല. നമ്മളപ്പം പഴയ വീഡിയോകളിലൊക്കെ നമ്മളപ്പോൾ ഉടനീളം നിറ സാന്നിധ്യം ഉണ്ടായിരുന്ന 2 ആൾക്കാരാണ്. അതിന് വീഡിയോയിൽ നല്ല ലൈഫിലും അങ്ങനെ തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ, എന്നും ഇതേപോലെയുള്ള ഷാർലി റാഹത്തിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. കാക്കിട്ട് ബൈ.